കുഞ്ഞമ്മ, ഞാൻ മാളുവാ. എന്താ? എനിക്കൊരു 10,000 രൂപ അയച്ചു തരൂ. അവനും മരുന്ന് വാങ്ങിക്കാനാ. ഞാൻ അടുത്ത ആഴ്ച തിരിച്ചു തരാം. ഇതാ വരുന്നു. എനിക്കിനി വയ്യടി ഇവിടെ ഇരിക്കാൻ. നമുക്ക് നമ്മുടെ വീട്ടിൽ പോവാം. എല്ലാം ഭേദമായിട്ടാടാ, എന്നിട്ട് നമുക്ക് പോവാം. ഭേദമായിട്ട് എന്തിനാ? ഞാൻ ഇത്രയും നാളുണ്ടാക്കിയതല്ല ഈ ഹോസ്പിറ്റലിൽ കൊടുത്തില്ലേ? പോയതൊക്കെ നമുക്ക് തിരിച്ചു പിടിക്കാം. നീ എന്തിനാ കരഞ്ഞേ? നിനക്ക് തോന്നുന്നതൊക്കെ. നീ ആരോട് കടം ചോദിക്കല്ലേ? ആരുടെ മുന്നിൽ താഴ്ന്ന് എനിക്ക് സഹിക്കാൻ പറ്റിയല്ല. നീ ഓക്കെയോ? എല്ലാം ശരിയാവും. നമ്മൾ ആരും കൈവിട്ടാലും ഞാൻ വിളിക്കുന്ന ദൈവങ്ങൾ എന്നെ കൈവിടില്ല. എന്താടാ ഇതാ കളിക്കല്ലേ? വയറ്റിളക്കോ ഛർദി വന്ന് മരിച്ചാരി എനക്കറിയില്ല. നിനക്കറിയോ? ഇല്ല. നീ വല്ല കൂടിയ അസുഖം വന്നാല് എന്റെ ഓഫീസിൽ ഒരുത്തിന് വന്ന ബില്ല് 35 ലക്ഷം. അല്ല, ഇത്രയും പേടിയാണെങ്കിൽ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്താൽ പോരെ? മാസം ഒരു 800-1000 രൂപ ഉണ്ടെങ്കിൽ ഫാമിലിക്ക് നല്ലൊരു പ്ലാൻ എടുക്കാം. വേണ്ട, 400-500 രൂപകളിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ചുമ്മാ വല്ല ഏജന്റും പറയുന്നതായിട്ട് വിശ്വസിക്കില്ല. അതിലിത് സ്വയം മനസ്സിലാക്കാവുന്നതേ ഉള്ളൂടാ. ഇപ്പൊ നമ്മുടെ പഴംപൊരിയുടെ ബയോ ലിങ്കിൽ പോയി കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റിന്റെ കാര്യമുള്ളൂ. ഇൻഷുറൻസ് എടുക്കാൻ അവർ മലയാളത്തിൽ തന്നെ നമ്മളെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. അല്ലടി, ലക്ഷങ്ങൾ ബില്ല് വന്നാൽ 1 കോടി കവറേജ് ഉള്ള പ്ലാൻ വേണം. ഇനി എത്ര ഹോസ്പിറ്റൽ ബില്ല് വന്നാലും പൈസ കയ്യിൽ നിന്ന് പോകാത്ത അൺലിമിറ്റഡ് പ്ലാൻ വേണം. അങ്ങനെ ഇന്ത്യയിലെ ടോപ്പ് കമ്പനികളുടെ ഏത് പ്ലാൻ വേണമെങ്കിലും 25% ഡിസ്കൗണ്ടിൽ അവിടെ നിന്ന് എടുക്കാം. പ്രവാസികൾക്ക് 35-40% വരെ ചെലവ് കുറവിൽ നാട്ടിൽ നിന്ന് ഇൻഷുറൻസ് എടുക്കാം. അവരുടെ പാരന്റ്സിനൊക്കെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഞാൻ എന്തായാലും ഒരു പോളിസി എടുക്കാൻ പോവാ. അല്ല, ഇപ്പൊ കിടക്കാം. കിടക്കാം.